നിലമ്പൂരിൽ വീണ്ടും ഒരു പെട്ടി വിവാദമാണ് തുറന്നിരിക്കുന്നത്. പാലക്കാട് നമ്മൾ കണ്ടതാണ് ട്രോളി വിവാദങ്ങൾ, അതിന്റെ പിന്തുടർച്ച എന്നവണ്ണം. പക്ഷേ എങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് രാഷ്ട്രീയ നേതാക്കളിൽ വരുന്നത് എന്നതുകൂടി കൗതുകരമായ കാര്യമാണ്. അതെ, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയുടെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെയും വാഹനം പരിശോധിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. വാഹനം തടഞ്ഞു നിർത്തിയാണ് ഈ പരിശോധന നടത്തിയത്. വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി താഴെ ഇറക്കി പരിശോധിച്ചു. ആ പരിശോധനയ്ക്ക് ശേഷം പെട്ടിയിൽ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളുമായിരുന്നുവെന്ന് കണ്ടെത്തി. അതിനിടെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ തട്ടിക്കയറുകയും ചെയ്തു. CPM-ന് വേണ്ടി വേഷം കെട്ടേണ്ട എന്ന് ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. എസ് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ദൃശ്യങ്ങളൊന്ന് പൂർണ്ണമായും കേൾപ്പിക്കാമെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട്, ആ പരിശോധനയ്ക്ക് വന്ന ആളുകളോട് കയർക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പക്കലുണ്ട്. അത് കേൾപ്പിക്കാം. അല്ല, ഇലക്ഷൻ കമ്മീഷനല്ല, ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല. അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചില്ല, ഉദ്ദേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡം ആയിട്ടിരിക്കില്ല. MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട കേട്ടോ. വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ അതങ്ങോട്ട് CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ഇതാണ്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട. അത് നിന്റെ കൈ വെച്ചാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഭാഗത്തു നിന്നുള്ളത്. ഒരു ജനപ്രതിനിധിയാണ് എന്ന് ഒരു സമയത്ത് ഒരുപക്ഷെ മറന്നുപോയോ? കാരണം ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധനകൾ സ്വാഭാവികമാണ്. ജനപ്രതിനിധികൾക്ക് പ്രത്യേക അധികാരവും അവകാശവും ഒന്നുമില്ല. അവരുടെ വാഹനവും പരിശോധിക്കും, അതിൽ ഒരു വ്യത്യാസവുമില്ല. എസ് രാഗിൻ നമുക്കിപ്പം നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ദിവിഷ്, രാഗിൻ നിൽക്കുന്നത് എവിടെയാണോ ഈ പരിശോധന നടന്നത് ആ സ്പോട്ടിലാണ്. രാഗിൻ, ഇപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമാണ് നടപടിക്രമങ്ങൾ. പാലക്കാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ഈ പരിശോധനയുടെ രീതിയിലാണ് ഒരു അസാധാരണത്വമുള്ളത്. അതിൽ ജനപ്രതിനിധികൾ നടത്തുന്ന പ്രതികരണത്തിലാണ് ഒരു അസ്വാഭാവികതയുള്ളത്. ഇത് സത്യത്തിൽ നിലമ്പൂർ വാർത്തകളിൽ നിന്ന് പോലും അപ്രത്യക്ഷമായി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു പെട്ടി വിവാദം വരുന്നതെന്ന് പോലും വേണമെങ്കിൽ പറയാം. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? കോൺഗ്രസ് അതിൽ എന്ത് ഗൂഢനീക്കമാണ് ആരോപിക്കുന്നത്? പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു നീല ട്രോളി ബാഗ് വിവാദം വലിയ കോളിളക്കവും വലിയ കോലാഹലവും ഒക്കെ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിയിരുന്നു. അത്രത്തോളമൊന്നും എത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ ഇവിടെയും നിലമ്പൂരും ഒരു പെട്ടി വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. കഴിഞ്ഞ രാത്രി 10 മണിക്ക് ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ കാണുന്നത് വടപുറം പാലമാണ്. ആ വടപുറം പാലം ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും അനധികൃത പണം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ്സോ ലഹരിയോ മറ്റോ എത്തുന്നുണ്ടോ, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ അതിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ എത്തുന്ന ഘട്ടത്തിലാണ് ഇന്നലെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഈ ഉദ്യോഗസ്ഥർ തടഞ്ഞ് പരിശോധിക്കുന്നത്. അതാണിപ്പോൾ ഒരു വിവാദത്തിൽ കലാശിച്ചിരിക്കുന്നത്. UDF പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ വേണ്ടി, തങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ആദ്യം ഇത് ചിത്രീകരിക്കുന്നു, അതിനുശേഷം ഒന്നുമില്ല എന്ന് കാണുമ്പോൾ പൊക്കോളാൻ പറയുന്നു. അങ്ങനെയല്ലല്ലോ എന്നതൊക്കെയാണ് UDF ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതോടൊപ്പം തന്നെ UDF മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത് തങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന മാത്രമാണ്, തങ്ങളെ സംശയത്തിന് നിഴലിലാക്കാൻ, തങ്ങളെ കോർണർ ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ്, അല്ലാതെ സ്പോട്ടിലേക്ക് 9 മണിയോടുകൂടിയാണ് ഈ പരിശോധന നടന്ന സ്പോട്ടിലേക്ക് എത്തിയത്. അപ്പം ആ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ സ്വാഭാവികമായും ഇത് പരിശോധന നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ തെരഞ്ഞെടുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രാഗിൻ അവരോട് ചോദിച്ചു ഇതെന്താണ് സംഭവിച്ചത്.
സംഭവിച്ചത്. അപ്പൊ ഇന്നലത്തെ രാത്രിയിലെ ഡ്യൂട്ടിയിലുള്ള ആളുകൾ പോയി, പിന്നെ പുതിയ ആളുകൾ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ന് രാവിലെ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം പരിശോധിച്ചു, അബ്ദുൾ വഹാബ് MP-യുടെ വാഹനം പരിശോധിച്ചു എന്നാണ്. ഇതിൽ കോൺഗ്രസ് കാണിക്കുന്ന പ്രധാനപ്പെട്ട 2 പരാതികൾ: ഒന്ന്, ഷാഫി പറമ്പിലിനെ തിരിച്ചറിഞ്ഞില്ല, MP-യെ തിരിച്ചറിഞ്ഞില്ല, ഇനി MP ആണെന്ന് അറിഞ്ഞിട്ടും പരിശോധന തുടർന്നു. രണ്ടാമത്, ഈ പെട്ടി പുറത്തെടുത്തു വെച്ചു, ആ പെട്ടി അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഷാഫി പറമ്പിൽ തന്നെ തുറന്നു കാണിക്കണം എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ 2 പരാതികളാണ് പോലീസിനുള്ളത്. പക്ഷേ UDF-നെ സംബന്ധിച്ച് ഇപ്പം നോക്കൂ, ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരം പരിശോധനകൾ, പണം കൊണ്ടുവരുന്നുണ്ടോ, മദ്യം കൊണ്ടുവരുന്നു, ഇപ്പൊ പരിശോധനകൾ നടക്കും, സ്വാഭാവികമായ കാര്യമാണ്. അപ്പൊ അതിപ്പോൾ ജനപ്രതിനിധിയാണ്, MP ആണ്, MLA ആണെന്ന് പറഞ്ഞ് അവരുടെ വാഹനം പരിശോധിക്കാതിരിക്കുകയൊന്നും ചെയ്യില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, എനിക്ക് പേഴ്സണലി തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം അല്പം അതിര് വിട്ടു എന്നുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുകയാണ്, അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയ ജോലി ചെയ്യുകയാണ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൺസേൺഡ് ആളുകളെ അറിയിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പാരിതോഷ്യം തരാം എന്നൊക്കെ ഒരു ജനപ്രതിനിധി കുറച്ചല്ല കൂടുതൽ കിടന്നാണ്. നമുക്ക് അമൽ തേനപ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും വൈകാരികമാവുന്നത് ഇത് ആവർത്തിക്കുന്നുണ്ടായിരിക്കും. പാലക്കാടും ഇതേ നിലയിൽ വന്നു, വീണ്ടും ഞങ്ങളെ തന്നെ കോർണർ ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നുവെന്നായിരിക്കും. പക്ഷേ അപ്പോൾ പോലും ഞാൻ ഏതൊരു ഘട്ടത്തിലും ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാം. ഷാഫി കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെ, തടയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ രാഹുൽ എന്തർത്ഥത്തിൽ പറയുന്നു പാരിതോഷികം തരാൻ കണ്ടോളാം? ഇത് മറ്റേ കോളേജ് ക്യാമ്പസിലെ രാഷ്ട്രീയം കാണുമ്പോൾ പറയുന്ന പോലെ നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറയുന്ന ലൈനിലൊക്കെ ഒരു MLA തിരഞ്ഞെടുപ്പ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ പെരുമാറുന്നത്. ദിവിഷ, ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങൾ മണ്ഡലത്തിന്റെ പലയിടങ്ങളിലായി പരിശോധിക്കപ്പെടുന്നുണ്ട്. ഈ ചില എയ്ഡ് പോസ്റ്റുകളൊക്കെ വെച്ച് അവിടെ ഇരുന്ന് ഈ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിച്ചാണ്, പ്രത്യേകിച്ചും കാറുകൾ തടഞ്ഞ് പരിശോധിച്ചാണ് കടത്തിവിടാറ്. എങ്കിലും ഈ MP MLA ബോർഡുകൾ വെച്ച വാഹനങ്ങളൊന്നും അങ്ങനെ പരിശോധിച്ച് ഇതുവരെയും നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ വിഷയം പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ MP-യുടെ വാഹനം പരിശോധിക്കുന്നു. അത് നിയമത്തിൽ നിന്നുകൊണ്ടുള്ള പരിശോധനയാണ്. എന്തെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ അനധികൃതമായി നടത്തിയിട്ടുള്ള പരിശോധനയല്ല. പരിശോധനയോട് സഹകരിക്കുക എന്നുള്ളത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. സാധാരണക്കാർക്ക് അതിൻ്റെ തിരക്കുണ്ട്, അല്ലെങ്കിൽ വാഹനത്തിൽ വേഗം പരിശോധിച്ച് വിടണമെന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ജനപ്രതിനിധി പക്ഷേ അത്ര തിരക്ക് പോലും കാണിക്കാൻ പാടില്ല. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം സുതാര്യമായിരിക്കണമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നലെ പക്ഷേ ഈ പരിശോധന നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ വാഹനം നിർത്തുന്നു, അവരോട് പരിശോധനയ്ക്ക് സഹകരിക്കുന്നു. പക്ഷേ ഈ പെട്ടികളെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷവും ഷാഫി തന്നെയാണ് ഈ പെട്ടിയെല്ലാം പുറത്തേക്ക് എടുത്ത് വെക്കുന്നത്. പെട്ടി പുറത്തേക്ക് വെച്ച ശേഷം പറയുന്നു പ്രശ്നമില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഷാഫിയാണ് ആദ്യം പറയുന്നത് അത് പറ്റില്ല, ഈ പുറത്തേക്ക് എടുത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കി ഇതിന് ഉള്ളിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ സ്ഥിരീകരിക്കാനാകും, അതിനാൽ തന്നെ അത് തുറന്നു നോക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നു. പിന്നീട് രാഹുൽ അതിവൈകാരികമായി പെരുമാറുന്നതാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. ഈ പാരിതോഷികം തരാം എന്നതടക്കമുള്ള പരാമർശങ്ങളിൽ ചില നേതാക്കൾക്കൊക്കെ അതൃപ്തിയുണ്ട്. അത്രയും കടന്നു പോകേണ്ടിയിരുന്നില്ല, അത്തരത്തിലുള്ള പ്രതികരണം വേണ്ടിയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നുള്ള കാര്യമൊക്കെ ചിലർ പറയുന്നുണ്ട്. പരസ്യമായി ആരും ആ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ കൂടി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും ഷാഫിക്ക് തൻ്റെ വാദം കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പാരിതോഷികം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ അത് വിശദീകരിക്കാൻ പാടുപെടുകയാണ് രാഹുൽ മാങ്കൂട്ടം. അതോടൊപ്പം തന്നെ CPM നേതാക്കളും ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തിൽ തന്നെ എടുത്ത് ചർച്ച ചെയ്യുന്നു. അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്, ഗോവിന്ദൻ മാഷ് അടക്കം പറയുന്നത്, താന്തോന്നിത്തരം കാണിച്ച ശേഷം ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നത് ശരിയല്ല, അത് ശരിയായ നടപടിയല്ല എന്ന കടുത്ത വിമർശനമാണ് MP ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിശോധനയോട് സഹകരിച്ചാൽ എന്താണ് കുഴപ്പം, തങ്ങൾ രാജാക്കന്മാരാണെന്നാണോ വിചാരം എന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദൻ മാഷ് ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള വിമർശനം CPM ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വൈകാരികമായ ഈ പ്രതികരണത്തെ വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ UDF-ന് അനുകൂലമായി വരേണ്ടിയിരുന്ന വിവരങ്ങൾ നൽകിയത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രതികരണം അതിന് വിട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അതിൽ ചില അതൃപ്തിയുണ്ട്. അത് പരസ്യമായി അങ്ങ് പറയുന്നില്ല, വെറുതെ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കേണ്ട എന്ന രീതിയിൽ. നോക്കൂ, ഷാഫി അത്ര കൃത്യമായി തന്നെ അതിനെ ഡീൽ ചെയ്തു. കൃത്യമായി ഇന്നിപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഷാഫിക്ക് മറുപടി പറയാനും നൽകി. അവിടെ ഷാഫി പ്രതിരോധത്തിലാകുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ കാരണമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അൻവർ വിഷയത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില എടുത്തുചാട്ടങ്ങൾ MLA ആയതിനു ശേഷം സംഭവിക്കുന്നതാണോ? എന്തായാലും പാർട്ടി കൃത്യമായി വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ എന്ന നിലയിൽ തന്നെ എപ്പോഴും പക്ഷേ ആ കുട്ടിയാണെന്നുള്ള പരിഗണന സ്വാഭാവികമായിട്ടും ഒരു MLA ആണ്. അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള പെരുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സംഭവിച്ചത്, ഇന്നലെ രാത്രിയിൽ നാടകീയമായി മാറിയ ഈ പരിശോധന എന്തായിരുന്നുവെന്ന് നോക്കാം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരുന്ന വേളയിലാണ് ഇങ്ങനെയൊരു നാടകീയമായ പരിശോധന അരങ്ങേറിയത്.
ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ആണ് വടത്തൂരിൽ വെച്ചാണ് ഈ പരിശോധന. ഷാഫി പറമ്പിലാണ് ആ വാഹനം ഓടിച്ചിരുന്നത്. അതിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ PK ഫിറോസും ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ കാറ് നിർത്തി. അപ്പൊ കാറ് നിർത്തിയപ്പോൾ ഷാഫി പറയുന്നുണ്ട്, കാറ് നിർത്താൻ പറഞ്ഞു, താൻ കാർ സൈഡിലേക്ക് ഒതുക്കി, ഡിക്കി തുറക്കാൻ പറഞ്ഞു, താൻ ഡിക്കി തുറന്നു. അത് കഴിഞ്ഞ് പെട്ടി പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു, താൻ പെട്ടിയും പുറത്തേക്ക് എടുത്തു കൊടുത്തു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അത് കഴിഞ്ഞാണ് ഈ UDF നേതാക്കളുടെ പ്രശ്നം നെക്സ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. ദിവിഷ്, വടപ്പുറം എന്ന സ്ഥലത്ത് വെച്ചാണ്, നിലമ്പൂരിലെ വടപ്പുറത്ത് വെച്ചാണ് ഈ പരിശോധന നടക്കുന്നത്. ഭക്ഷണം കഴിച്ചു വരുന്ന വേളയിലാണ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാകുന്നു. അത് കാരണം മനസ്സിലായില്ല എന്നതാണ് ഇപ്പോൾ അതിൽ പറയുന്നത്. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലേക്കും അങ്ങനെ മനസ്സിലായില്ല എന്ന് പറയുന്നത് ഞാൻ MP ബോർഡ് വെച്ചിട്ടുള്ള വാഹനവുമാണ്. അല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകേണ്ടതാണ്. അതിപ്പോൾ അതൊരു ന്യായമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിനുശേഷം തർക്കമുണ്ടാകുന്നു. പിന്നെ ഈ പെട്ടി എടുത്ത് പുറത്തു വയ്ക്കുന്നു. പക്ഷേ പെട്ടി പുറത്തെടുത്ത് വെച്ചോടുകൂടി പിന്നീട് ഇവർ ഈ പരിശോധനയിൽ നിന്ന്, കാരണം കുഴപ്പമില്ല അങ്ങനെ തിരിച്ചു പോയിക്കോളൂ എന്ന ലൈനായിരുന്നു. അപ്പോൾ പറയുന്നത് എടുത്തു വെച്ച സ്ഥിതിക്ക് അത് പരിശോധിക്കണമല്ലോ. പിന്നീട് ഷാഫി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ അത് പരിശോധിച്ചില്ല എന്ന പരാതി പെട്ടി പുറത്ത് വെച്ചു, പക്ഷെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ കാണിച്ചില്ലെന്ന ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്ന് ഷാഫി തന്നെ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പരിശോധിച്ചപ്പോൾ അതായത് വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉള്ളത്. അതാണ് ഉള്ളത് എന്ന് അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഷാഫി പറയിപ്പിക്കുകയും ചെയ്തു. അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.